ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിക്കും. AK ആന്റണി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം UDF ഭരണം ഉറപ്പിച്ചുവെന്നും AK ആന്റണി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുടനീളം ഉയർന്ന ഭരണവിരുദ്ധ വികാരം ജനരോക്ഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടുവെന്നും ആന്റണി പറഞ്ഞു. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുന്നു. ജനാധിപത്യത്തിൽ നൽകാവുന്ന കടുത്ത ശിക്ഷ വോട്ടർമാർ ഈ സർക്കാരിന് നൽകും. UDF ഇത്തവണ കേരളം തൂത്തുവാരുമെന്നും AK ആന്റണി പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് UDFനെ എതിർത്ത SFIയുടെ സ്ഥാപക പ്രസിഡന്റ് ഉൾപ്പെടെ തുടർഭരണത്തിനെതിരായി UDFനൊപ്പം കൈകോർക്കുകയാണ്. ഇടതു പാർട്ടികളെ സ്നേഹിക്കുന്നവർ തുടർഭരണത്തിന് എതിരാണ്. ബംഗാളിലെ പരമദയനീയമായ സ്ഥിതി കേരളത്തിലുണ്ടാകുമെന്നും അവർ ഭയപ്പെടുന്നു. അവരെല്ലാം ഇത്തവണ UDFനൊപ്പമാണ്. ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിക്കും. പിന്നീട് പിണറായി സർക്കാർ കെയർ ടേക്കർ സർക്കാരായി മാറുമെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. മെയ് 4-ന് ശേഷം ഇടത് നേതാക്കൾക്ക് പ്രതിപക്ഷത്തിരുന്ന് തെറ്റിദ്ധരുത്തൽ നടത്താം. കേരളത്തിന് ചേർന്ന പാർട്ടിയല്ല BJP. അവർക്ക് കേരളത്തിൽ വേരോട്ടം ലഭിക്കില്ല. അവർക്ക് ജയിക്കാവുന്ന ഒരു സീറ്റും കാണുന്നില്ലെന്നും AK ആന്റണി പറഞ്ഞു. അതേസമയം കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും UDF അധികാരത്തിലെത്തുമെന്നും രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ UDF ഭരണം വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. എല്ലാ സ്ഥലത്തും വലിയ ജനസഞ്ചയം അനുഭവപ്പെടുന്നുണ്ട്. UDF വിജയിക്കണമെന്നാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ളത്. ഗുഡ് ബൈ പിണറായി എന്ന് ജനം പറയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. BJP എല്ലായിടത്തും പണം വിതരണം ചെയ്യുന്നു. BJP അധാർമികമായ നടപടികൾ സ്വീകരിക്കുന്നു. BJPയും CPMും തമ്മിൽ ധാരണയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് CPMന്റെ വോട്ടുകൾ BJPക്ക് പോയെന്നും ചെന്നിത്തല ആരോപിച്ചു.